ഇസ്ലാമിൻ്റെ ആളുകൾ അതിൻ്റെ എതിരാളികളുമായിട്ട് എവിടെയൊക്കെ എന്നൊക്കെ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ടോ ആ സംവാദങ്ങളിലെല്ലാം ഇസ്ലാം പക്ഷം ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഒരു സംവാദത്തിൽ ഇന്ന് വരെ ഇസ്ലാം പരാജയപ്പെട്ടതായിട്ട് എവിടെയും നമ്മൾ കേട്ടിട്ടില്ല. ഞാൻ ഈ രംഗത്ത് ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാലം തൊട്ട് വലിയ വലിയ അന്താരാഷ്ട്ര തലത്തിലുള്ള സംവാദങ്ങൾ കുറേ നടന്നിട്ടുണ്ട്. വില്യം ക്യാമ്പൽ എന്ന് പറയുന്ന ഒരു ക്രിസ്ത്യൻ പ്രചാരകനും അഹമ്മദ് ദീദാത്ത് എന്ന് പറയുന്ന ഒരു കൺവേർട്ടഡ് മുസ്ലിം ആയിട്ടുള്ള ഇസ്ലാം പക്ഷ പണ്ഡിതനും ഇവർ തമ്മിൽ നടന്ന ഒരു സംവാദം വളരെ പ്രസിദ്ധമായിരുന്നു. ഞാൻ ആ സംവാദം പൂർണ്ണമായിട്ട് കേട്ട ആളാണ്. ആ സംവാദത്തിൽ അഹമ്മദ് ദീദാത്ത് വിജയിക്കുകയും വില്യം ക്യാമ്പൽ തോൽക്കുകയുമാണ് ചെയ്തത്. അതുപോലെ നമ്മുടെ സാക്കിർ നായിക്ക് പലയിടത്തും പലരുമായിട്ടും സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. പല ക്രിസ്ത്യൻ പണ്ഡിതന്മാരായിട്ടൊക്കെ സംവാദങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയൊക്കെ സാക്കിർ നായിക്ക് ജയിക്കുകയും മറ്റൊരു തോൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. അടുത്ത കാലത്ത് എത്തിസ്റ്റ് ആയിട്ടുള്ള ലോറൻസ് ക്രോസും ഇസ്ലാമിക പക്ഷ പണ്ഡിതനായിട്ടുള്ള ഹംസ സോർസിസും തമ്മിൽ നടന്ന ഒരു സംവാദം യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അതിലും ലോറൻസ് ക്രോസ് തോൽക്കുകയും ഹംസ സോർസിസ് ജയിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മുടെ നാട്ടിലേക്ക് വന്നു കഴിഞ്ഞാലോ ഇസ്ലാമിക പക്ഷവും മറുപക്ഷവും തമ്മിലുള്ള ഒരുപാട് സംവാദങ്ങൾ നമ്മൾ എം അക്ബറിൻ്റെ ഒരുപാട് സംവാദങ്ങൾ കണ്ടിട്ടുണ്ട്. എല്ലാ സംവാദങ്ങളിലും അക്ബർ ജയിക്കുകയും മറുപക്ഷം തോൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത കാലത്ത് നടന്നിട്ടുള്ള സംവാദങ്ങൾ എടുത്തു കഴിഞ്ഞാൽ എം അക്ബറും ഞാനും തമ്മിൽ നടന്നൊരു സംവാദം നിങ്ങളൊക്കെ കണ്ടതാണ്, നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. ആഴക്കടൽ സംവാദം. ആഴക്കടൽ സംവാദത്തിൽ എം അക്ബർ ജയിക്കുകയും ഞാൻ തോൽക്കുകയുമാണ് ചെയ്തത്. അത് കഴിഞ്ഞ് അയ്യൂബും ഞാനും തമ്മിൽ അടുത്ത കാലത്ത് ഒരു സംവാദം നടന്നു. ആ സംവാദത്തിൽ അയ്യൂബ് ജയിക്കുകയും ഞാൻ തോൽക്കുകയും ചെയ്തു. അതിനു മുമ്പ് അയ്യൂബ് യുക്തിവാദിയായിരുന്ന കാലത്ത് അയ്യൂബും പിന്നെ മുഹമ്മദ് വേളവും തമ്മിൽ സംവാദം നടന്നിട്ടുണ്ട്. മുഹമ്മദ് വേളം ജയിച്ചു, അയ്യൂബ് തോറ്റു. അയ്യൂബ് തന്നെ അബ്ദുൽ അസീസ് കരിമ്പുലാക്കൽ എന്ന് പറയുന്ന ഒരു മുജാഹിദ് പണ്ഡിതനുമായിട്ട് സംവാദം നടത്തിയിട്ടുണ്ട് യുക്തിവാദിയായിരുന്നപ്പോൾ. അന്ന് കരിമ്പുലാക്കൽ ജയിച്ചു, അയ്യൂബ് തോറ്റു. ഇങ്ങനെ എവിടൊക്കെ യുക്തിവാദികളുമായിട്ടോ ക്രിസ്ത്യാനികളുമായിട്ടോ അല്ലെങ്കിൽ മതവിമർശകരുമായിട്ടൊക്കെ ഇസ്ലാമിക പക്ഷം സംവാദം നടത്തിയിട്ടുണ്ടോ അവിടെയൊക്കെ ഇസ്ലാം ജയിക്കുകയും മറ്റൊരു തോൽക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഇതിൻ്റെ ഗുട്ടൻസ് എന്ന് പറയുന്നതിന് മുമ്പ് അങ്ങനെ എല്ലായ്പ്പോഴും ജയിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിന് ഓരോ സംവാദം കഴിയുമ്പോഴും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമ്മൾ ആ സമൂഹത്തിലേക്ക് ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്നത് ഓരോ സംവാദം കഴിയുമ്പോഴും ഇസ്ലാമിൽ നിന്ന് മയ്യത്തുമെന്ന് പേനിറങ്ങി പോകുന്നത് പോലെ ആൾക്കാർ കൊഴിഞ്ഞു പോകുന്നതാണ്. ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് കൊഴിഞ്ഞു പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ സംവാദം ജയിക്കുകയും ഇസ്ലാമിൽ നിന്ന് ആളുകൾ അതിൻ്റെ പേരിൽ കൊഴിഞ്ഞു പോവുകയും ചെയ്യുമ്പോൾ ആളുകൾക്ക് ഈ ജയിക്കുന്ന മതം വേണ്ട, തോൽക്കുന്ന മതം മതി എന്നാണ് എൻ്റെ അർത്ഥം. ഇത് ആഗോളതലത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ വില്യം ക്യാമ്പലിൻ്റെ സംവാദം സംഗതി ശ്രദ്ധിച്ച് നമ്മൾ കേട്ട് കഴിഞ്ഞാൽ ആ സംവാദത്തിൽ പെർഫോമൻസിൽ ജയിക്കുന്നത് ദീദാത്ത് തന്നെയാണ്. പക്ഷേ ഒരു സംവാദത്തെ രണ്ട് തരത്തിൽ നോക്കിക്കാണുന്നവരുണ്ട്, ശ്രദ്ധിക്കുന്നവരുണ്ട്. ഒന്ന് ആ സംവാദത്തിൽ നടക്കുന്ന ആശയ കൈമാറ്റങ്ങളിലേക്ക് മാത്രം ശ്രദ്ധ തിരിക്കുന്നവർക്കാണ് സംവാദത്തിൻ്റെ ആശയത്തിൽ ആരും മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാവുക. അല്ലാതെ സ്റ്റേജിൽ കയറിയിട്ട് മൈലെണ്ണ കച്ചവടം നടത്തി പരിചയമുള്ള ആളുകൾ വാചകമടിച്ച് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ട് നല്ല പെർഫോമൻസ്, അയാൾ ജയിച്ചു എന്ന് വിചാരിക്കുന്ന ആളുകൾ വായും പൊളിച്ച് നോക്കിയിരിക്കുന്ന വിശ്വാസി കൂട്ടത്തിനെ സംബന്ധിച്ചിടത്തോളം സംവാദത്തിൽ പെർഫോമൻസ് കാണിക്കുന്നവരാണ് ജയിക്കുക. ഏറ്റവും കൂടുതൽ ഒച്ച വയ്ക്കുന്നവരും ഏറ്റവും കൂടുതൽ വാചകമടിക്കുന്നവരും ഏറ്റവും കൂടുതൽ നാടകം കളിക്കുന്നവരും ഒക്കെ ആയിരിക്കും അവിടെ ജയിച്ചതായിട്ട് അവർക്ക് തോന്നുക. കബളിപ്പിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ ഇത്തരം രംഗത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തന്ത്രം. ആ തന്ത്രം ഇന്നും നിലയും തുടങ്ങിയതല്ല, അതും വലിയ മൂപ്പര് പഠിപ്പിച്ചു കൊടുത്തതാണ്. മുഹമ്മദ് നബി എങ്ങനെയാണോ ഇസ്ലാമിനെ നിലനിർത്തിയത്, എങ്ങനെയാണോ ഇസ്ലാമിനെ വികസിപ്പിച്ചത്, എങ്ങനെയാണോ ഇസ്ലാമിനെ വിമർശനങ്ങളിൽ നിന്ന് പ്രതിരോധിച്ചത്, അതിന് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള സൂത്രങ്ങളിൽ ഒന്നായിരുന്നു കബളിപ്പിക്കുക, ഒരു ഉളുപ്പുമില്ലാതെ നുണ പറയുക തുടങ്ങിയിട്ടുള്ള പരിപാടികൾ. അതുതന്നെയാണ് ഇന്നും ഇസ്ലാമിസ്റ്റുകൾ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും അവസാനം നടന്ന സംവാദം ലിയാഖത്ത് അലിയും പിന്നെ വേറെ ആരോ ഷമീർ എന്ന് പറയുന്ന അറിയപ്പെടാത്ത ഒരു ചെറുപ്പക്കാരനും തമ്മിലുള്ള ഒരു സംവാദമാണ്.
ഇപ്പോൾ സംവാദം കഴിഞ്ഞപ്പോൾ എല്ലാവരും പറയുന്നു ഷമീറാണ് ജയിച്ചത്, ലിയാഖത്ത് അലി തോറ്റു എന്നാണ്. അവിടെ അടിമത്തമായിരുന്ന വിഷയം. എന്താണ് ആ സംവാദത്തിൽ ഷമീർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിൽ അടിമത്തേ ഇല്ല, ഇസ്ലാം അടിമത്തൊക്കെ പറ്റേ നിരോധിച്ചെല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട്, അടിമത്തം മുഴുവനുള്ളത് ജനീവ കൺവെൻഷനിലാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പരങ്ങനെ പറയാണ്, നുണ എങ്ങനെ പറയാണ്, ഇസ്ലാമിൽ അടിമത്തില്ല, ഇസ്ലാമിൽ അടിമത്തം നിരോധിച്ചു എന്ന് നുണ എങ്ങനെ വിളിച്ചു പറയുന്നു. എന്നിട്ട് ജനീവ കൺവെൻഷൻ എന്ന് പറയുന്ന സാധനം എന്താണ് എന്നൊക്കെ ലിയാഖത്ത് അവിടെ വിശദീകരിക്കുന്നുണ്ട്. അതൊന്നും മൂപ്പര് കേൾക്കുന്നില്ല. അത് യുദ്ധങ്ങളിൽ തടവുകാരായി പിടിക്കുന്ന സൈനികരെ ജയിലിൽ പാർപ്പിക്കുമ്പോൾ അവരോട് ക്രൂരമായി മനുഷ്യാവകാശ വിരുദ്ധമായി പെരുമാറാൻ പാടില്ല എന്നതിന് വ്യവസ്ഥകൾ ചർച്ച ചെയ്തുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ്. അത് കൊണ്ടുപോയിട്ട് ആ യുദ്ധ തടവുകാരെ കൊണ്ട് പണിയെടുപ്പിക്കുക എന്നതിൽ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെയാണ് ഞങ്ങൾ അടിമത്തം, ആ അടിമത്തം പോലും ഞങ്ങൾ ഇസ്ലാമിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ നേരം കളയുക. എന്നിട്ട് അവസാനം സംവാദം കഴിയുമ്പോൾ മുസ്ലിങ്ങൾ നാനാഭാഗത്തും കൂടിയിരുന്നിട്ട് നമ്മൾ സംവാദം ജയിച്ചു എന്ന് വിശ്വാസികളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് സംഭവിക്കുന്നത്. അയ്യൂബും ഞാനും തമ്മിലുള്ള സംവാദം നിങ്ങളൊക്കെ കേട്ടു. അയ്യൂബ് കൊണ്ടുവന്ന വിഷയം എനിക്ക് അറബി അറിയില്ല എന്നുള്ളതായിരുന്നു. എനിക്ക് അറബി അറിയില്ല എന്നുള്ള വിഷയം സംവാദത്തിന് വന്ന് അവസാനം എം അക്ബറിന് അറബി അറിയില്ല എന്നും സാക്കിർ നായിക്കിന് അറബി അറിയില്ല എന്നും ഓല് രണ്ടാണെന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ ഖുർആൻ ക്ലാസ് എടുക്കുന്നുണ്ട് എന്നും ഞാൻ പറഞ്ഞപ്പോൾ അതിനൊന്നും അയ്യൂബിന് മറുപടി ഇല്ല. അയ്യൂബ് അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞ് അവസാനം സംവാദം കഴിഞ്ഞ് സംവാദം വിലയിരുത്താൻ കൂട്ടം കൂടിയ മുസ്ലിങ്ങൾ പറയുന്നത് സംവാദത്തിൽ അയ്യൂബ് ജയിച്ചു, ജബ്ബാർ തോറ്റു എന്ന് തന്നെയാണ്. അപ്പോൾ നമ്മൾ തോൽക്കാനായിട്ട് ജനിച്ചൊരു വർഗ്ഗമാണ്. പക്ഷേ ഓരോ സംവാദം കഴിയുമ്പോഴും വിശ്വാസികളുടെ ഇടയിൽ നിന്ന് വലിയ അളവിൽ കൊഴിഞ്ഞു പോക്കുണ്ടാവുന്നു. മറിച്ച് ഒരു സംവാദം കഴിഞ്ഞാൽ ആ വിഷയവുമായി ബന്ധപ്പെട്ട ആളുകളുടെ സംശയങ്ങളൊക്കെ മാറി എന്നാൽ പിന്നെ ഇസ്ലാമിലേക്ക് പോയി കളയാം എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും മറ്റു മതത്തിൽ നിന്നോ അല്ലെങ്കിൽ മതത്തിൽ നിന്ന് നേരത്തെ പുറത്തു പോയവരിൽ നിന്നോ യുക്തിവാദികളിൽ നിന്നോ ഇസ്ലാമിലേക്ക് അങ്ങോട്ട് ചേക്കേറുന്ന ആരെയും നമ്മളാരും കണ്ടിട്ടില്ല. ചിലപ്പോൾ അങ്ങനെയൊക്കെ വേഷം കെട്ടി കൊണ്ടുവരുന്നവരൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ അങ്ങനെ നമ്മളാരും കണ്ടിട്ടില്ല. ഇപ്പോൾ അക്ബറും ഞാനും തമ്മിൽ നടന്ന സംവാദം കഴിഞ്ഞിപ്പോൾ 3 വർഷത്തിലേറെ കഴിഞ്ഞുപോയി. ആ സംവാദത്തിലെ ചർച്ച ചെയ്യപ്പെട്ട വിഷയത്തിലൂടെ ഇസ്ലാമിനെയും ഖുർആനെയും പഠിക്കാൻ ശ്രമിച്ച് അതിനെ തുടർന്ന് നമ്മളൊക്കെ പറഞ്ഞ വിമർശനങ്ങളിലേക്ക് മുഴുവൻ ശ്രദ്ധിച്ച് ഇസ്ലാം മതം വിട്ട നൂറുകണക്കിന് ആളുകൾ ഇന്ന് എൻ്റെ മുമ്പിൽ സാക്ഷികളായിട്ടുണ്ട്. നേരിട്ട് വന്ന് നമ്മളോട് അനുഭവം പറഞ്ഞ സാക്ഷ്യം പറഞ്ഞ ആൾക്കാർ ഇഷ്ടം പോലുണ്ട്. അത് സോഷ്യൽ മീഡിയയിലൊക്കെ അത്തരം ആളുകൾ പല വേദികളിലും വന്നിട്ട് സാക്ഷ്യം പറയുന്നത് നമ്മൾ കണ്ടതാണ്. പക്ഷേ എം അക്ബറും ഞാനും തമ്മിൽ നടന്ന ആഴക്കടൽ സംവാദത്തിന് ശേഷം ഖുർആനിൽ ശാസ്ത്രമാണ് നിറയെ എന്ന് ബോധ്യപ്പെട്ടിട്ട് ഏതെങ്കിലും ഒരാൾ ഇസ്ലാമിലേക്ക് തിരിച്ചു പോയിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ആൾ പുറത്തുനിന്ന് ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സ്വാഹ. പക്ഷേ ആ സംവാദം കാരണം മാത്രം ഇസ്ലാമിനെ പഠിച്ച് പുറത്തു പോയവർ ഇഷ്ടം പോലെ. കേരളത്തിൽ ഓൺലൈൻ പരിപാടികളൊക്കെ വരുന്നതിന് മുമ്പ്, സോഷ്യൽ മീഡിയ ഒക്കെ വരുന്നതിന് മുമ്പ്, ഇതുപോലുള്ള സ്റ്റേജ് സംവാദങ്ങളൊക്കെ നടക്കുന്നതിന് മുമ്പ് യുക്തിവാദികൾ, അതായത് ഇസ്ലാം മതത്തെ വിമർശിക്കുന്ന യുക്തിവാദികളും ഇസ്ലാമിസ്റ്റുകളും തമ്മിൽ പുസ്തകങ്ങളിലൂടെ ഒരു സംവാദം നടന്നിട്ടുണ്ട്. ആ സംവാദം 80കളിൽ ഇടമറുക് ഖുർആൻ ഒരു വിമർശന പഠനം എന്ന് പറയുന്ന ഒരു പുസ്തകം എഴുതിയത് കൂടിയാണ് ആ സംവാദം ആരംഭിക്കുന്നത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട 25ഓളം പുസ്തകങ്ങളാണ് ഇടമറുകിന് മറുപടിയായിട്ട് ഇസ്ലാമിസ്റ്റുകൾ അടിച്ചിറക്കിയത്, പല വിഭാഗക്കാരുടേതായിട്ട്. അതിലേറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടത് അബ്ദുറഹ്മാൻ എന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരൻ എഴുതിയ യുക്തിവാദികളും ഇസ്ലാമും എന്ന മറുപടി പുസ്തകമായിരുന്നു. ഇടമറുകിൻ്റെ പുസ്തകം വായിച്ചിട്ട് ഖുർആനിൽ വിശ്വാസം നഷ്ടപ്പെട്ട് പുറത്തു പോയ ഒരു മുസ്ലിമിനെയും എനിക്കറിയില്ല. എൻ്റെ അറിവിൽ അങ്ങനെ ഒരാളും യുക്തിവാദി സംഘത്തിലേക്ക് വന്നിട്ടില്ല, ഇസ്ലാം മതം വിട്ട് വന്നിട്ടില്ല. പക്ഷേ ഇടമറുകിൻ്റെ പുസ്തകത്തിന് മറുപടി എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ട് ഇസ്ലാം മതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ട നിരവധി പേരെ എനിക്ക് നേരിട്ടറിയാം. എൻ്റെ സുഹൃത്ത് വലയത്തിൽ തന്നെ അങ്ങനെയുള്ള ആളുകളുണ്ട്. അബ്ദുറഹ്മാൻ്റെ പുസ്തകം 25 കോപ്പി പൈസ കൊടുത്ത് വാങ്ങിയിട്ട് പലർക്കും സൗജന്യമായി വിതരണം ചെയ്ത ആളാണ് ഞാൻ. ഇടമറുകിൻ്റെ ഒരു പുസ്തകം പോലും ഞാൻ വാങ്ങിയിട്ടില്ല. എൻ്റെ കയ്യിൽ ഇടമറുകിൻ്റെ പുസ്തകവും ഇല്ല. ഇടമറുകിൻ്റെ പുസ്തകം ഞാൻ ആർക്കും വായിക്കാൻ കൊടുത്തിട്ടുമില്ല. പക്ഷേ ഇടമറുകിന് മറുപടി എഴുതിയ അബ്ദുറഹ്മാൻ്റെ പുസ്തകം ഞാൻ പ്രചരിപ്പിച്ചിട്ടുണ്ട്. ആ പുസ്തകം വായിച്ചിട്ട് യുക്തിവാദികളാവുകയും ഇസ്ലാമിൽ നിന്ന് വിശ്വാസം നഷ്ടപ്പെടുകയും ചെയ്ത നിരവധി ആളുകളെ എനിക്ക് നേരിട്ടറിയാം. അപ്പോൾ സംവാദങ്ങളിൽ ഇസ്ലാം ജയിക്കുന്നു. പക്ഷേ ഓരോ സംവാദം കഴിയുമ്പോഴും ഇസ്ലാമിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ചോർന്നു പോകുന്നു എന്നുള്ളതാണ് ആഗോളതലത്തിലും നമ്മുടെ നാട്ടിലും അടുത്ത കാലത്തും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അയ്യൂബുമായിട്ടുള്ള സംവാദം കഴിഞ്ഞ് അയ്യൂബിൻ്റെ സംവാദത്തെ വിലയിരുത്തിക്കൊണ്ട് ചില ആളുകൾ കുത്തിയിരുന്നിട്ട് ആ സംവാദത്തിൽ ഞാൻ തോറ്റു എന്നും അയ്യൂബ് ജയിച്ചു എന്നും പറയാൻ വേണ്ടിയിട്ട് പറയുന്ന കഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അബ്ദുൽ അബ്ബാസിൻ്റെ ഒരു ചോദ്യമാണ് കേട്ടതോടുകൂടി ജബ്ബാർ മാഷയുടെ ആകെ കാറ്റങ്ങോട്ട് പോയി എന്ന് പറഞ്ഞു. അതുവരെ ബാക്കിയൊക്കെ ഭയങ്കര ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. പക്ഷേ അബ്ദുൽ അബ്ബാസിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ പെട്ടുപോയി എന്ന് പറഞ്ഞു. അബ്ദുൽ അബ്ബാസിൽ പണ്ട് മലപ്പുറത്ത് എം അക്ബറിൻ്റെ സംവാദത്തിൻ്റെ അന്നും ചോദിച്ച അതേ ചോദ്യം കൊണ്ടാണ് അവിടെ വന്നത്. ആ ചോദ്യത്തിൻ്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ, അതൊക്കെ നല്ല കോമഡിയാണ്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല തൽക്കാലം. ഇങ്ങനെ എന്തെങ്കിലും ഒരു പഴുത് കണ്ടെത്തി ഒരു സംവാദത്തിൽ മണിക്കൂറുകളോളം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചതിൽ നിന്ന് എന്തെങ്കിലും ഒരു മുക്കും മൂലയും തിരഞ്ഞെടുത്തിട്ട് ഇതാ ഞങ്ങൾ ജയിച്ച് എന്നും പറഞ്ഞ് സ്വന്തം വിശ്വാസികളെ കബളിപ്പിക്കാൻ എന്തെല്ലാം സൂത്രങ്ങളാണ് ഇവർ പ്രയോഗിക്കുന്നത്. ഇവിടെയാണ് നമ്മൾ ഇസ്ലാം ആശയപരമായി എന്തെങ്കിലും എവിടെയെങ്കിലും സംവാദം നടത്തിയിട്ടുണ്ടോ എന്നും ആ സംവാദങ്ങളിൽ ഇസ്ലാമിനെ ആശയപരമായി എവിടെയെങ്കിലും മേൽക്കൈ നേടിയിട്ടുണ്ടോ. എന്നാൽ ഈ അവകാശവാദങ്ങളും കബളിപ്പിക്കലും ബടായി പറച്ചിലും കൊണ്ട് എല്ലാ സംവാദങ്ങളും ഞങ്ങൾ ജയിച്ച് എന്ന് ആഘോഷിക്കുന്ന ഈ കൂട്ടർക്ക് ആശയപരമായി എവിടെയെങ്കിലും ഇസ്ലാം മുന്നിട്ട് നിന്നതിൻ്റെ എന്തെങ്കിലും ഒരു തെളിവ് കാണിക്കാൻ പറ്റും? ഇല്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എം അക്ബറും കൂട്ടരുമൊക്കെ ക്രിസ്ത്യാനികളെ വിളിച്ചിട്ടും മറ്റുള്ളവരെ വിളിച്ചിട്ടുമൊക്കെ സ്നേഹസംവാദം നടത്തുന്നതിൻ്റെ കോലം അത് കബളിപ്പിക്കലായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം. ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ചിട്ടില്ല എന്ന് ഉറപ്പുള്ള ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് അവരുടെ മതത്തിലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് യുക്തി ഉപയോഗിച്ചിട്ട് അതിനെ ആക്രമിക്കുകയും അതിന് അവരിങ്ങോട്ട് പരസ്പരം ഒരു സ്നേഹത്തിൻ്റെയും ആദരവിൻ്റെയോ അവരെ വിളിച്ചു വരുത്തിയ കൂട്ടരെന്നുള്ള നിലക്ക് ഒരു ആദരവിൻ്റെയും പേരിൽ നല്ല നിലക്ക് എന്തെങ്കിലുമൊക്കെ നല്ല വർത്തമാനം പറഞ്ഞു പോവുകയും അത് കഴിഞ്ഞിട്ട് പിന്നെ അവരെ മേക്കിട്ട് കയറി ഞങ്ങൾ ജയിച്ചതെന്നും പറഞ്ഞിട്ട് ആർത്ത് വിളിക്കുകയും ചെയ്യുന്ന അങ്ങേയറ്റം തെമ്മാടിത്തം എന്ന് പറയാവുന്ന തരത്തിലുള്ള പരിപാടികളാണ് നടത്തിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള കബളിപ്പിക്കൽ ഇപ്പോൾ അത് നടക്കാതെ വന്നു. കാരണം ക്രിസ്ത്യാനികളായിട്ടുള്ള ഒരുപാട് ആളുകൾ ഖുർആൻ എന്താണ്, ഹദീസ് എന്താണ്, ഇസ്ലാം എന്താണെന്ന് പഠിച്ചു. കാരണം ആ സാധനം പഠിച്ചവർക്ക് മാത്രമേ ഇവരോട് സംവാദത്തിന് പോകാൻ പറ്റുള്ളൂ. അല്ലാതെ അവനവൻ്റെ മതം പഠിച്ചു പോയിട്ട് അവർ പറയുന്ന കാര്യങ്ങളൊന്നും ഇവർ പരിഗണിക്കില്ല. ഇവരുടെ വിശ്വാസികൾക്ക് അതൊന്നും ഒരു വിഷയമല്ല. മറിച്ച് ഖുർആൻ എന്താണെന്ന് പഠിച്ച ആളുകളുമായിട്ട് സംവാദത്തിന് ഇവരൊരിക്കലും തയ്യാറാവില്ല. തയ്യാറായാൽ അതിൻ്റെ കോലം എന്താണെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ സംവാദങ്ങളിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. ഇതൊക്കെ മുഹമ്മദിൻ്റെ കാലം തൊട്ടേ ഇസ്ലാം പരിശീലിപ്പിച്ചിട്ടുള്ള പ്രതിരോധ മാർഗമാണ്. മുഹമ്മദിൻ്റെ 23 വർഷത്തെ പ്രവാചക ദൗത്യ കാലഘട്ടത്തിൽ മുഹമ്മദ് 3 വിഭാഗം ആളുകളെയാണ് നേരിട്ട് ഫേസ് ചെയ്തത്. ആദ്യം മക്കയിലെ മുശ്രിക്കുകൾ എന്ന് പറയുന്ന മുഹമ്മദിൻ്റെ സ്വന്തം ഗോത്രക്കാർ. അവരുടെ മുമ്പിൽ മുഹമ്മദ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. അവിടെ ദൈവം ഉണ്ടോ ഇല്ലേ എന്നുള്ള തർക്കമൊന്നും ഒരിക്കലും നടന്നിട്ടില്ല. അള്ളാഹു ഉണ്ടോ ഇല്ലേ, അള്ളാഹു ആണോ ദൈവം എന്നൊന്നും അവരുടെ തർക്കമായിരുന്നില്ല. അവരുടെ തർക്കം മുഹമ്മദ് ദൈവത്തിൻ്റെ ദൂതനാണ് എന്നതും മുഹമ്മദ് വെളിച്ചപ്പാട് തുള്ളി പറയുന്ന കാര്യങ്ങൾ ദൈവത്തിൻ്റെ വചനങ്ങളാണ് എന്നതും തെളിയിക്കാനാണ് അവർ മുഹമ്മദിനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നത്. അത് തെളിയിക്കുന്നതിൽ മുഹമ്മദ് സമ്പൂർണ്ണമായി പരാജയപ്പെടുമ്പോൾ മുഹമ്മദ് കൂടുതൽ വിഡ്ഢിത്തങ്ങളും വൈരുദ്ധ്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ടും ഭീഷണിപ്പെടുത്തിക്കൊണ്ടും നിലവാരമില്ലാത്ത തലയിലെഴുത്ത് പോലുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടും മുഹമ്മദ് അവസാനം അവിടുന്ന് തടിയെടുക്കുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യം സംബോധന ചെയ്ത മുശ്രിക്കുകൾ എന്ന് പറയുന്ന മക്കക്കാർ അവരുടെ മുമ്പിൽ തന്നെ മുഹമ്മദിനേക്കാൾ കാര്യങ്ങൾ നന്നായി അറിയുകയും ആ കാര്യങ്ങൾ നന്നായി അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന നളർ ബിൻ ഹാരിസിനെ പോലെയുള്ള ഉഖ്ബത്ത് ബിൻ മുഅയ്തിയെ പോലെയുള്ള ആളുകളെ ആയിരുന്നു മുഹമ്മദ് ഫേസ് ചെയ്യേണ്ടി വന്നത്. മുഹമ്മദിന് അവരോടായിരുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ പക ഉണ്ടായിരുന്നത്. ആ പക മനസ്സിൽ വെച്ചുകൊണ്ട് മുഹമ്മദ് പിന്നെ അവരെ തഞ്ചം കിട്ടിയാൽ കൊല്ലാൻ വേണ്ടി കാത്തിരിക്കുകയും അവസാനം ബദർ യുദ്ധത്തിൻ്റെ സമയത്ത് അവരെ രണ്ടുപേരെയും തടവുകാരായി കിട്ടുകയും ചെയ്തപ്പോൾ മുഹമ്മദ് തടവുകാരെ എന്തു ചെയ്യണമെന്ന കാര്യം സഹപ്രവർത്തകരുമായിട്ട് കൂടിയാലോചിക്കുന്നതിന് മുമ്പ് മുഹമ്മദിൻ്റെ അള്ളാഹുവുമായി കൂടിയാലോചിച്ച് ആയത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ മുഹമ്മദ് ഈ രണ്ടുപേരെയും വെട്ടി നുറുക്കിക്കൊന്ന് പൊട്ടക്കിണറ്റിലെറിഞ്ഞു. കാരണം ആശയപരമായി മുഹമ്മദിനെ പരാജയപ്പെടുത്തിയവരായിരുന്നു അവർ. മുഹമ്മദ് പറയുന്ന എല്ലാ കള്ളത്തരങ്ങളും അവർ പൊളിച്ചു. മുഹമ്മദ് പറയുന്ന എല്ലാ കഥകളുടെയും പൂർണ്ണ രൂപം പറഞ്ഞുകൊണ്ട് ഇതാണ് മുഹമ്മദ് പറയുന്ന കഥ, ഇത് പൂർവികരുടെ കെട്ടുകഥയാണ് എന്ന് മക്കയിൽ അവർ പറഞ്ഞു. അത് കാരണം ഇവരോടുള്ള പക കാരണം മുഹമ്മദ് അവരെ ശരിപ്പെടുത്തി.
ആശയപരമായി തന്നെ വിമർശിച്ച അല്ലെങ്കിൽ തൻ്റെ കള്ളത്തരങ്ങൾ പൊളിച്ചു കാണിച്ച ആളുകളോടുണ്ടായിരുന്ന മുഹമ്മദിൻ്റെ പക എത്ര ഭീകരമായിരുന്നു എന്നതിന് മറ്റൊരു ഉദാഹരണമാണ് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള അബ്ദുള്ള ഇബ്നു സയ്ദ് ബിൻ അബീ സർഹിൻ്റെ കഥ. അദ്ദേഹം മുഹമ്മദിൻ്റെ സ്റ്റെനോഗ്രാഫറായിട്ട് മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന ആളായിരുന്നു. മുഹമ്മദ് ഖുർആൻ വെളിപാടുകൾ ഉരുവിടുമ്പോൾ അതൊക്കെ എഴുതിയെടുക്കാൻ, എഴുത്തും വായനയും അറിയാവുന്ന, അത്യാവശ്യം കവിതാ താല്പര്യമൊക്കെ ഉണ്ടായിരുന്ന, സാഹിത്യ താല്പര്യമൊക്കെ ആയിരുന്ന അദ്ദേഹം മുഹമ്മദിൻ്റെ ക്ലർക്കായിട്ട് കൂടി. അങ്ങനെ മുഹമ്മദ് ഓരോ ആയത്തുകൾ ഇങ്ങനെ വെളിപാടായിട്ട് പറയുമ്പോൾ അത് എഴുതിയെടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇദ്ദേഹം അതിൻ്റെ ചില വരികളൊക്കെ എഡിറ്റ് ചെയ്തു. നമുക്ക് അതിനേക്കാൾ കുറച്ചുകൂടെ നല്ലത് ഇങ്ങനെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ എന്നാൽ അങ്ങനെ മതി എന്ന് പറയും. അങ്ങനെ കുറേ ആയത്തുകൾ മൂപ്പര് സ്വന്തം വക എഡിറ്റ് ചെയ്ത് ചേർത്തപ്പോഴാണ് ഇതിപ്പോൾ പടച്ചോൻ ഇറക്കുന്ന ആയത്താണെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കുന്നതിനനുസരിച്ച് ഇങ്ങനെ വെട്ടിത്തിരുത്തുമോ എന്ന് ചിന്തിച്ച് അയാളുടെ ഈമാൻ നഷ്ടപ്പെടുകയും അയാൾ മുർത്തതായിട്ട് ഈ ക്ലർക്കിൻ്റെ പണിയൊക്കെ നിർത്തി മക്കയിലേക്ക് തിരിച്ചു പോയി. അവിടെ പോയിട്ട് ഈ മുഹമ്മദിൻ്റെ ഉഡായിപ്പാണ് ഈ ഖുർആനും ഇതൊക്കെ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഖുർആനിലെ ആയത്തായിട്ട് എഴുതി വച്ചിട്ടുള്ളത് എന്നും പറഞ്ഞ് മുഹമ്മദിനെ മക്കയിൽ പോയിട്ട് പരിഹസിക്കാൻ തുടങ്ങി. മക്കക്കാരത് കേട്ട് ചിരിക്കാൻ തുടങ്ങി. ഈ വിവരം അറിഞ്ഞതോടുകൂടി മുഹമ്മദിന് ഈ മനുഷ്യനോട് തീരാത്ത പകയായി. അങ്ങനെ അയാളെ കൊല്ലാൻ വേണ്ടി പല സന്ദർഭത്തിലും കൊട്ടേഷൻ സംഘത്തെ അയക്കുകയും അതിലൊന്നും വിജയിക്കാതെ വരികയും അവസാനം മക്ക കീഴടക്കിയ സമയത്ത് ഇനി മക്കക്കാർക്കൊക്കെ മാപ്പ് കൊടുത്താലും ഈ 10 പേര് കഅബൻ്റെ ഉള്ളിൽ ഒളിച്ചിരുന്നാൽ പോലും ഓലെ കൊല്ലണം എന്ന് പറഞ്ഞിട്ട് മുഹമ്മദ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. ആ ലിസ്റ്റിൽ അബ്ദുള്ള ഇബ്നു അബീ സർഹ് ഉണ്ടായിരുന്നു. കാരണം മുഹമ്മദിൻ്റെ കള്ളത്തരം പൊളിച്ചു ആശയപരമായി പൊളിച്ചു എന്നതായിരുന്നു മുഹമ്മദിന് ആ മനുഷ്യനോടുള്ള പക. പക്ഷേ അയാൾ ഉസ്മാൻ്റെ ഒരു ഫോസ്റ്റർ ബ്രദർ ആയതുകൊണ്ട്, ഉസ്മാൻ്റെ സഹോദരനായതുകൊണ്ട് അയാളെ കൊല്ലാൻ ഉസ്മാൻ ഇഷ്ടമായിരുന്നില്ല. ഉസ്മാൻ അയാളെ സ്വന്തം വീട്ടിൽ ഒളിപ്പിക്കുകയും അവനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ചാഠ്യം പിടിക്കുകയും ചെയ്തു. അവസാനം ഉസ്മാൻ്റെ മുമ്പിൽ നിവൃത്തിയില്ലാതെ മുഹമ്മദ് തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത്, അയാളെ കൊല്ലാൻ വേണ്ടി വാളുമായി മുഹമ്മദിൻ്റെ കൂടെ കാത്തു നിന്നിരുന്ന സഹാബികളുണ്ടായിരുന്നു. അവരോട് മുഹമ്മദ് തിരിച്ചു പോകുന്ന സമയത്ത് പറഞ്ഞത്, നിങ്ങൾക്ക് അവനെ അങ്ങ് വെട്ടിക്കൂടായിരുന്നില്ലേ, ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അങ്ങ് വെട്ടിക്കൂടായിരുന്നില്ലേ എന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ പിന്നെ നിങ്ങൾക്ക് കണ്ണുണ്ടെങ്കിലും ഒരു സിഗ്നൽ തരാമായിരുന്നില്ലേ എന്ന് അവർ തിരിച്ചു ചോദിക്കുന്നു എന്നും ചരിത്രത്തിൽ കാണാം. അപ്പോൾ എത്രമാത്രം ഉസ്മാനെ പോലും കബളിപ്പിച്ച് ആ അബീ സർഹിനെ കൊല്ലണം എന്ന് വിചാരിച്ച് നടക്കുകയും കൊല്ലാൻ ഉത്തരവിടുകയും ചെയ്ത ആളാണ് മുഹമ്മദ്. എന്താണ് അബീ സർഹ് ചെയ്ത തെറ്റ്? അബീ സർഹ് മുഹമ്മദിൻ്റെ കള്ളത്തരം മക്കയിൽ പോയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. അല്ലാതെ മുഹമ്മദിനെ വേറെ കായികമായിട്ട് നശിപ്പിക്കാനോ കൊല്ലാനോ ഗൂഢാലോചന നടത്തുകയൊന്നും ചെയ്തിട്ടില്ല. മുഹമ്മദ് കള്ളനാണ്, മുഹമ്മദിൻ്റെ വെളിപാട് തരികിടയാണ്. ഇത് മക്കയിൽ പോയി പറഞ്ഞു എന്നതിൻ്റെ പേരിലാണ് മുഹമ്മദ് അയാളെ കൊല്ലാൻ ശ്രമിച്ചത്. പക്ഷേ ഉസ്മാൻ കൊല്ലാൻ സമ്മതിച്ചില്ല. ഉസ്മാൻ പറഞ്ഞു, ഇവനെ ഞാൻ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നോളാം, അവനെ കൊല്ലാൻ പറ്റില്ല, അവനെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷപ്പെട്ട അബീ സർഹിനെ പിന്നീട് ഉസ്മാൻ്റെ ഭരണകാലത്ത് ഉസ്മാൻ്റെ സാമ്രാജ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈജിപ്തിൽ ഗവർണറായിട്ട് നിയമിച്ചു. ആദ്യത്തെ മുസ്ലിം ഗവർണർ. ഇതിൽ നിന്ന് മനസ്സിലാകുന്ന ഈ ഉസ്മാന് പോലും മുഹമ്മദിൻ്റെ വെളിപാടിലും ഈ മാങ്ങാത്തൊലിയിലൊന്നും ഒരു വിശ്വാസവും ഉണ്ടായിരുന്നില്ല. വെറും രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടിയിട്ട്, സാമ്പത്തികമായ ലാഭത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി മുഹമ്മദിൻ്റെ കൂടെ കൂടിയതായിരുന്നു ഉസ്മാൻ എന്നത് ഇത് തെളിയിക്കുന്നത്. അങ്ങനെ ഇസ്ലാമിൽ പിന്നെ ഒരു ഖലീഫയുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ ഖലീഫ സ്ഥാനം പോലെയുള്ള സ്ഥാനം നേടിക്കൊണ്ട് ഇസ്ലാമിൻ്റെ തലപ്പത്ത് ഭരണം നടത്തി ഈ അബ്ദുള്ള ഇബ്നു സയ്ദ് ബിൻ അബീ സർഹ് എന്ന് പറയുന്ന ആൾ. ഈ അബീ സർഹിനെ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് ഉത്തരവിടുക മാത്രമല്ല, അബീ സർഹിൻ്റെ മരണം പ്രവചിച്ചുകൊണ്ടും അബൂ സർഹ് കൊല്ലപ്പെടുമെന്ന് പ്രവചിച്ചുകൊണ്ടും ഖുർആനിൽ ആയത്തിറക്കുക ചെയ്തു ഈ മണ്ടൻ മുഹമ്മദും മണ്ടൻ അള്ളാഹുവും. ആ ആയത്ത് ഇപ്പോഴും ഖുർആനിലുണ്ട്. അതൊക്കെ വ്യാഖ്യാനങ്ങൾക്കിടയിൽ ഒളിപ്പിച്ചു വെക്കാനാണ് ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ ശ്രമിക്കുന്നത്. പക്ഷേ ഖുർആൻ്റെ ചരിത്രവും നിഷ്പക്ഷമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കഥകളൊക്കെ അതിനകത്തുനിന്ന് മനസ്സിലാക്കാൻ കഴിയും. ഇതായിരുന്നു മുഹമ്മദിൻ്റെ രീതിശാസ്ത്രം ഇതായിരുന്നു. ആശയപരമായി മുഹമ്മദിനെ നേരിട്ടവരെല്ലാം മുഹമ്മദിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. മുഹമ്മദിന് ആശയപരമായി ഒരാളുടെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല. തോൽപ്പിച്ചവരോട് മുഴുവൻ മുഹമ്മദ് തീർത്താൽ തീരാത്ത പക വെച്ചുകൊണ്ട് അവരെ മുഴുവൻ കൊന്നൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ഇസ്ലാമിന് ഇന്നും
ആ രീതിശാസ്ത്രം മാത്രമേ അറിയുള്ളൂ. ഇന്ന് കൊല്ലാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നുണ പറഞ്ഞിട്ടും കബളിപ്പിച്ചിട്ടും ചീത്ത പറഞ്ഞിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടും തെറി വിളിച്ചിട്ടും ഒക്കെ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് ഇസ്ലാമിസ്റ്റുകൾ നടത്തുന്നത്. ഇസ്ലാമിൽ അതിനൊക്കെ പ്രൊവിഷനുണ്ട് എന്ന് ഇസ്ലാമിൻ്റെ ഗ്രന്ഥങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. തഖിയ്യ എന്ന് പറയുന്ന ചതി പ്രയോഗിക്കാൻ ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട് എന്നും ചതിയാണ് യുദ്ധം വിജയിക്കാനുള്ള മാർഗമെന്ന് മുഹമ്മദ് ഉളുപ്പില്ലാതെ പരസ്യമായി പ്രസ്താവിച്ചതായിട്ട് ഹദീസുകളിലും നമുക്ക് കാണാം. അങ്ങനെ ചതിയിലൂടെയും യുദ്ധത്തിലൂടെയും കായികമായ പിടിച്ചടക്കലുകളിലൂടെയും ലോകം കീഴടക്കാൻ ശ്രമിച്ച ഒരു ദർശനമാണ് ഇസ്ലാം. ആശയപരമായി അത് വട്ടപൂജ്യമാണ് എന്നർത്ഥം. രണ്ടാമത് മുഹമ്മദ് സംബോധന ചെയ്തത് മദീനയിലുള്ള ജൂതന്മാരെയാണ്. ഈ ജൂതന്മാർ മുഹമ്മദിനിട്ട് നല്ല പണി കൊടുത്തിട്ടുണ്ട്, ആശയപരമായി പണി കൊടുത്തു. കാരണം മുഹമ്മദ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കഥകളെക്കുറിച്ച് മുഹമ്മദിന് തന്നെ വലിയ പിടിപാടില്ല എന്ന് അവർ ശരിക്കും നാട്ടുകാരെ മുമ്പിൽ തെളിയിച്ച് കാണിച്ചു കൊടുത്തു. മുഹമ്മദിനോട് പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ മുഹമ്മദ് ബബ്ബ അടിക്കുന്നത് നാട്ടുകാർ മുഴുവൻ കാണുകയും മുഹമ്മദ് അവരുടെ മുമ്പിൽ അങ്ങേയറ്റം പരാജയപ്പെടുകയും ചെയ്തു. ആ ജൂതന്മാരോടായി മുഹമ്മദിന് രണ്ടാമത് പക. അതിൽ തന്നെ ആശയപരമായി മുഹമ്മദിനെ വിമർശിച്ച ആളുകളെ മുഹമ്മദ് കൊട്ടേഷൻ കൊടുത്ത് ചതി പ്രയോഗിച്ച് കൊല്ലിക്കുന്നതാണ് പിന്നീട് ചരിത്രത്തിൽ കാണുന്നത്. കഅബ് ബിൻ അഷ്റഫ് എന്ന് പറയുന്ന ജൂത പണ്ഡിതനെ മുഹമ്മദ് ചതിയിൽ കൊല്ലാൻ വേണ്ടി കൊട്ടേഷൻ കൊടുത്തു. അസ്മ എന്ന് പറയുന്ന ഒരു കവയത്രി മുഹമ്മദിനെക്കുറിച്ച് ആശയപരമായി വിമർശിക്കുകയും കവിത ചൊല്ലുകയും ചെയ്തു എന്ന് കേട്ട് കുട്ടികൾക്ക് മുല കൊടുത്തുകൊണ്ട് രാത്രി വീട്ടിൽ കിടന്നുറങ്ങുന്ന ആ സ്ത്രീയെ പോയിട്ട് മുഹമ്മദിൻ്റെ കൊട്ടേഷൻ സംഘം കഴുത്തറുത്ത് കൊന്നു. 115 വയസ്സുള്ള ആഫക്ക് എന്ന് പറയുന്ന വേറൊരു കവി മുഹമ്മദിനെ വിമർശിച്ചു, ആശയപരമായി മുഹമ്മദിനെതിരെ പ്രചരണം നടത്തി എന്നതിൻ്റെ പേരിൽ ആ വയസ്സിനെ പോയിട്ട് കൊന്ന് തല മുഹമ്മദിൻ്റെ മുമ്പിൽ ഹാജരാക്കി. ഇങ്ങനെ വ്യക്തികളെ, മുഹമ്മദിനെ ആശയപരമായി വിമർശിച്ച വ്യക്തികളെ ഓരോരുത്തരെയും കൊട്ടേഷൻ കൊടുത്ത് കൊന്നുകൊണ്ടിരുന്ന മുഹമ്മദ് അവസാനം ഈ ജൂത സമൂഹത്തെ മൊത്തം ചതിയിൽ കൊലപ്പെടുത്തി കൂട്ടക്കൊല ചെയ്തുകൊണ്ട് കിടങ്ങിലേക്ക് തള്ളിയിടുന്നതും ആ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച് അവരുടെ സ്വത്തുക്കൾ മുഴുവൻ പിടിച്ചെടുക്കുന്നതുമാണ് പിന്നീട് നമ്മൾ കണ്ടത്. അപ്പോൾ രണ്ടാമത്തെ പരാജയം ജൂതന്മാരുടെ മുമ്പിലായിരുന്നു, ആശയപരമായ പരാജയം. ജൂതന്മാർ മുഹമ്മദിനെ മറ്റു രീതിയിൽ തോൽപ്പിക്കാൻ വന്നിട്ടില്ല. മക്കക്കാരും മുഹമ്മദിനെ കായികമായി തോൽപ്പിക്കാൻ ആയുധമെടുത്തിട്ടില്ല. ഇവരെല്ലാവരും മുഹമ്മദിനെ ആശയപരമായിട്ടാണ് തോൽപ്പിച്ചത്. ആശയപരമായി തോൽപ്പിച്ചവരോടായിരുന്നു മുഹമ്മദിന് പക മുഴുവൻ. ആ പക കാരണമാണ് മുഹമ്മദ് ഇത്രയും കൊടും ക്രൂരമായിട്ടുള്ള ചെയ്തികൾ പിന്നീട് ചെയ്തു തീർത്തത്. മൂന്നാമത് മുഹമ്മദിന് സംബോധന ചെയ്യേണ്ടി വന്നത്, മുഹമ്മദിന് അത്യാവശ്യം അധികാരവും ആ പ്രദേശവും ഒക്കെ കയ്യിലായതിന് ശേഷം മുഹമ്മദിനോട് സംവാദത്തിന് വന്ന നജറാനിലെ ക്രിസ്ത്യാനികളെയായിരുന്നു. ആ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ മുഹമ്മദും മുഹമ്മദിൻ്റെ ഖുർആനും തോറ്റ് തുന്നം പാടുന്ന ദയനീയമായ രംഗം നിങ്ങൾക്ക് ഖുർആനിൻ്റെ ചരിത്രത്തിലും ഖുർആനിലും കാണാം. ഖുർആനിൽ മുഹമ്മദ് എഴുതി വെച്ച മണ്ടത്തരങ്ങൾ പെറുക്കിയെടുത്തുകൊണ്ട് ക്രിസ്ത്യാനികൾ മുഹമ്മദിനെ വെള്ളം കുടിപ്പിച്ചു. ആ ക്രിസ്ത്യാനികളോടും മുഹമ്മദിന് പകയാണുണ്ടായിരുന്നത്. പക്ഷേ മുഹമ്മദ് അവരുടെ മുമ്പിൽ ദയനീയമായി ആ രീതിയിൽ പരാജയപ്പെട്ട സന്ദർഭത്തിൽ മുഹമ്മദിന് തൽക്കാലം അവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് അവർക്കെതിരെ ശാപപ്രാർത്ഥന നടത്തി തൽക്കാലം രക്ഷപ്പെടാം എന്ന് വിചാരിച്ചു. പക്ഷേ അവർ ശാപപ്രാർത്ഥനയ്ക്ക് തയ്യാറായില്ല. ആ ശാപപ്രാർത്ഥനയിൽ നടക്കാതെ പോയ ആ ശാപപ്രാർത്ഥനയിൽ മുഹമ്മദ് പരാജയപ്പെടുന്നതിൻ്റെ ചരിത്രമാണ് മുഹമ്മദിനും മുഹമ്മദിൻ്റെ കുടുംബത്തിനും പിന്നീട് സംഭവിച്ചത്. ശാപപ്രാർത്ഥനയ്ക്ക് മുഹമ്മദ് കൂട്ടിക്കൊണ്ടുവന്ന ഫാത്തിമ, അലി, ഹസൻ, ഹുസൈൻ, മുഹമ്മദ് ഈ 5 പേരും ആ പ്രാർത്ഥന നടക്കുമായിരുന്നെങ്കിൽ അത് നടന്നതിന് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ, 1 വർഷത്തിൻ്റെ ഉള്ളിൽ തന്നെ ശാപപ്രാർത്ഥനയ്ക്ക് വന്ന മുഹമ്മദ് ദാരുണമായി വേദന തിന്ന് മരിക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞ് മുഹമ്മദിൻ്റെ മകൾ ഫാത്തിമ മുഹമ്മദിൻ്റെ തന്നെ സ്വന്തക്കാരായ ഉമറിൻ്റെയും അബൂബക്കറിൻ്റെയും ഗൂഢസംഘം, അവരുടെ സംഘം പോയി ഈ ഫാത്തിമയെ ചവിട്ടിക്കൊല്ലുന്നത് കണ്ടു. പിന്നീട് അലിയും ഹസനും ഹുസൈനും ഒക്കെ ദാരുണമായി കൊല്ലപ്പെടുന്നതാണ് ചരിത്രത്തിൽ കണ്ടത്. അതേസമയത്ത് ആ ശാപപ്രാർത്ഥനയ്ക്ക് തയ്യാറാവാൻ മെനക്കെടാതെ തിരിച്ചു പോയ നജറാനിലെ ക്രിസ്ത്യാനികൾക്ക് അത്തരത്തിൽ എന്തെങ്കിലും ദുരന്തം സംഭവിച്ചോ എന്ന് നോക്കിയാൽ അതൊന്നും ചരിത്രത്തിൽ നമ്മൾ കാണുന്നില്ല. ആ ക്രിസ്ത്യാനികളെ പിന്നീട് ഉമറിൻ്റെ ഭരണകാലത്ത് അവിടെ നിന്ന് അടിയോടിക്കുകയാണ് ചെയ്തത്. അപ്പം മുഹമ്മദിന് ആശയപരമായ സംവാദങ്ങൾ എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം പരാജയമായിരുന്നു. പക്ഷേ ആ പരാജയത്തെ മുഹമ്മദ് കായികമായി നേരിടുകയും
ആശയപരമായി തോൽപ്പിച്ചവരോട് മുഴുവൻ പക വെച്ചുകൊണ്ട് അവരെ മുഴുവൻ കൊന്നൊടുക്കുകയുമാണ് മുഹമ്മദ് ചെയ്തതെങ്കിൽ, അങ്ങനെ കൊന്നൊടുക്കാൻ നിവൃത്തിയില്ലാത്ത ഒരു കാലം വന്നപ്പോൾ മുഹമ്മദ് പഠിപ്പിച്ച വേറെ ചില സാധനങ്ങളുണ്ട്. മുഹമ്മദിൻ്റെ അള്ളാഹുവും കൂടെ പഠിപ്പിച്ചത് തെറി വിളിക്കുക, ഭീഷണിപ്പെടുത്തുക, ചീത്ത വിളിക്കുക തുടങ്ങിയിട്ടുള്ള കലാപരിപാടികളായിരുന്നു. ഖുർആനിൽ തന്തയില്ലാത്തവനെ എന്നുവരെ വിളിച്ചുകൊണ്ടാണ് മക്കയിലെ എതിരാളികളെ മുഹമ്മദിൻ്റെ അള്ളാഹുവും കൈകാര്യം ചെയ്തതെങ്കിൽ, അതേ രീതിയിൽ വിമർശകരെ കൈകാര്യം ചെയ്യുക എന്നിടത്താണ് ഇന്നും ഇസ്ലാമിൻ്റെ ആളുകൾ നിൽക്കുന്നത്. അതോടൊപ്പം തന്നെ മുഹമ്മദ് പഠിപ്പിച്ച മറ്റൊരു തന്ത്രമാണ് തഖിയ അഥവാ ചതി, കബളിപ്പിക്കൽ എന്നുള്ളത്. ഇന്ന് ഇസ്ലാമിസ്റ്റുകൾ പ്രയോഗിക്കുന്നത് നുണ പറയുക, കബളിപ്പിക്കുക, ചതി പ്രയോഗിക്കുക, എന്നിട്ട് ജയിച്ചു എന്ന് വരുത്തുക എന്ന രീതിശാസ്ത്രമാണ്. അതുതന്നെയാണ് വില്യം കാമ്പലിൻ്റെ കാലം തൊട്ട് സാക്കിർ നായിക്കിൻ്റെ കാലം തൊട്ട് MM അക്ബറിലൂടെ വന്ന് ഇന്ന് നമ്മുടെ മുമ്പിലെത്തി നിൽക്കുന്ന ഈ ഇസ്ലാമിസ്റ്റുകളെല്ലാം പ്രയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. സംവാദ വേദികളെല്ലാം അവർ ചതി പ്രയോഗിക്കാനും നുണ പറയാനും കബളിപ്പിക്കാനും ഉപയോഗിക്കുന്നു. അതിലാരെയാണ് കബളിപ്പിക്കുന്നത്? എതിർ സംവാദകരെ മാത്രമല്ല കബളിപ്പിക്കുന്നത്, മുമ്പിൽ വായും പൊളിച്ചിരിക്കുന്ന വിശ്വാസിക്കൂട്ടത്തെ മാത്രമല്ല കബളിപ്പിക്കുന്നത്, സാക്ഷാൽ അള്ളാഹുവിനെ വരെ കബളിപ്പിക്കാൻ യാതൊരു മനസാക്ഷി കുത്തും ഇവർക്കില്ല എന്നുള്ളത് ആഴക്കടൽ സംവാദത്തിലടക്കം നമ്മൾ കണ്ടതാണ്. അള്ളാഹുവിൻ്റെ വചനമൊക്കെ എടുത്തിട്ട് കോട്ടിമാറ്റി അർത്ഥം മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് എഡിറ്റ് ചെയ്ത് അള്ളാഹിനെ പറ്റിക്കുന്നതും അറബി ഭാഷയുടെ ഗ്രാമറിനെ പോലും അട്ടിമറിച്ചുകൊണ്ട് നുണ പറയുന്നതും പിറ്റേ ദിവസം മുതൽ ഈ നുണകളെല്ലാം ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീഴുന്നതുമാണ് ആഴക്കടൽ സംവാദത്തിൽ വരെ നമ്മൾ കണ്ടത്. സംവാദത്തിൽ അക്ബർ ജയിച്ചു എന്നാണ് പറയുന്നത്. സംവാദത്തിൽ അക്ബർ നാടകം കളിച്ച് മൈലെണ്ണ കച്ചവടം പോലെ വാചകമടിച്ച് ആളുകൾ എന്തൊക്കെയോ ആണ് എന്ന് വരുത്തി തീർത്തു. അത് കണ്ട് വിശ്വാസികൾ ഹായ് എന്ന് പറഞ്ഞ് കൈയടിച്ചു. പക്ഷേ ആ സംവാദത്തിലെ ആശയങ്ങൾ ശ്രദ്ധിച്ചവർക്ക്, അവിടെ സംസാരിച്ച വിഷയങ്ങളിലേക്ക് ശ്രദ്ധിച്ച ആളുകൾക്ക് ആ സംവാദം അവിടെ സ്റ്റേജിൽ കഴിയുമ്പോൾ തന്നെ കാര്യം മനസ്സിലായി. അല്ലാത്തവർക്ക് തുടർന്ന് അതിൻ്റെ തുടർ പ്രവർത്തനം എന്ന നിലക്ക് ആ കാര്യങ്ങൾ പഠിക്കാനും ശ്രദ്ധിക്കാനും ശ്രമിച്ചിട്ടുള്ള മുഴുവൻ ആളുകൾക്കും മനസ്സിലായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഓരോ സംവാദം കഴിയുമ്പോഴും ഇസ്ലാം പക്ഷത്ത് സംവാദത്തിന് വന്ന ആൾ ജയിച്ച് സമ്മാനം നേടിപ്പോവുകയും ഇസ്ലാമിൽ നിന്ന് ആളുകൾ കൊഴിഞ്ഞു പോവുകയും ചെയ്യുന്ന രസകരമായ കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഇപ്പോഴും അത് തന്നെയാണ് കാണുന്നത്. ഓരോ സംവാദങ്ങൾ കഴിയുമ്പോഴും ഇസ്ലാമിൽ നിന്ന് പുറത്തേക്ക് പോയ ആളുകൾ വന്നിട്ട് സാക്ഷ്യം പറയുന്നതാണ് കാണുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിലൂടെ ഇസ്ലാമിൽ നിന്ന് പുറത്തു വന്ന് ഇസ്ലാമിനെക്കുറിച്ച് വിമർശിച്ചുകൊണ്ട് സംസാരിക്കുന്ന ചെറുപ്പക്കാരുടെ നിര നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കാര്യം മനസ്സിലാവും. അതുകൊണ്ട് ഇസ്ലാമിസ്റ്റുകളോട് എനിക്കിനി പറയാനുള്ളത്, നിങ്ങൾ ഇനിയും സംവാദങ്ങൾ നടത്തണം, ജയിക്കണം. അങ്ങനെ കുറേ സംവാദങ്ങൾ നടന്ന് നിങ്ങൾ ജയിച്ച് അവസാനം ഇസ്ലാം കുളിപ്പിച്ച് കൂട്ടിയില്ലാതാവുന്ന അവസ്ഥ ഉറപ്പിക്കാം.